ഇവള് മാത്രമല്ല ഇങ്ങനെ ജീവിക്കും. രണ്ടുപേരും വളർന്നേക്കണം. ഡ്രസ്സ് മേടിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാല് 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ അവളോട് പറഞ്ഞ് ടിപ്പായിട്ട് വെച്ചോളാൻ പറയും. ഓടിച്ചുണ്ടെന്ന പൈസക്കാണ് അന്ന് ശരിക്കും അന്ന് ഫുഡ് കഴിച്ചത്. എനിക്ക് അസുഖം കാര്യങ്ങളൊക്കെ വന്നപ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാല് മക്കൾ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനാണ്. ഇപ്പൊ എനിക്ക് ആ ടെൻഷൻ ഇല്ല. ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഞങ്ങളുടെ 2 മക്കള് ദൈവം ഞങ്ങൾക്ക് ഇത്ര വലിയൊരു അനുഗ്രഹം തന്നത്. ചില സമയങ്ങൾ ഉണ്ടല്ലോ മനുഷ്യർക്ക്, അതായിട്ട് ഞങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്യണം. ഒരു പരീക്ഷണം വരുമ്പോ എല്ലാം കൂടി വരും എന്ന് പറഞ്ഞു. പപ്പക്ക് ഒരു ആക്സിഡന്റ് വന്നു. അത് പട്ടി വട്ടം ചാടിയതാ. പപ്പ സ്കൂളിൽ നിന്ന് ബാക്കോട്ട് വീണ് നടുവിന് മണി കെട്ടിയാണ്. ഇപ്പോഴും ഇങ്ങനെ ചിരിച്ചു നിൽക്കാറാണ്. ആർക്കും വിഷമമുണ്ടെന്ന് തോന്നിക്കണ്ട, എല്ലാരും ഹാപ്പി ആക്കാൻ നോക്കാം. എന്നെ പപ്പ അമ്മച്ചിനെ പോലെ വളർത്തേക്കണത് കുഞ്ഞിനെ തൊട്ട് അങ്ങനെ അത്യാവശ്യം തെറിച്ച് ചേർക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആള്. ഇതെങ്ങനെ വൈറലായത് ആ ഒരു വീഡിയോ? അവിടെ നിന്ന് ഒരു ചേച്ചിനെ ഞാൻ കോതാട് കൊണ്ടേ ആക്കി. ഇപ്പോഴല്ല പലതും പോയിട്ട് ചായ പിടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നാസറിക്കനെ കണ്ടത്. എടാ നീക്ക് എത്ര വയസ്സായടാ, നീ ഓട്ടോ ഒക്കെ ഓടിക്കുന്ന ഭയങ്കര അത്ഭുതമായിട്ട് ചോദിച്ചു. ഫ്രണ്ട്സ് അവരെന്തിനും ചെയ്തോടാന്ന് പറയും. ചെയ്ത് കഴിയുമ്പോ അവർ മാറിപ്പോവും. ചിലപ്പോ അവർ അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു സിഗരറ്റിലോട്ട് കൈവച്ച് പോണത്. ആ സിഗരറ്റ് ആയിരിക്കും ചിലപ്പോൾ ഏത് വഴിക്കോട്ട് കയറി പോണെന്ന്. ഓക്കെ.